എല്ലാവർക്കും നമസ്കാരം. മീഡിയ 3 മലയാളത്തിലേക്ക് സ്വാഗതം. ആകർഷണ നിയമം ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മളിന്ന് നോക്കുന്നത് 369 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ആകർഷണ നിയമത്തിലെ മറ്റുള്ള എല്ലാ പദ്ധതികളും പോലെ തന്നെ ഇതും വളരെയധികം റിസൾട്ട് തരുന്ന ഒന്നാണ്. ഈ ടെക്നിക്ക് ഇവിടെ പറയുന്ന രീതിയിൽ കൃത്യമായി ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ റിസൾട്ട് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 369 എന്നീ നമ്പറുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ട ശേഷം ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താണ് 369 എന്ന നമ്പറിൻ്റെ മൂല്യം എന്നറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഫലസാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. 369 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ആഗ്രഹത്തെ ഒരു പ്രത്യേക സമയം ക്രമീകരിച്ച് എഴുതുന്നതിലൂടെയാണ് ഇത് വർക്കാകുന്നത്. എഴുതേണ്ട സമയത്തെക്കുറിച്ചും എഴുതേണ്ട രീതിയും എങ്ങനെയാണെന്ന് പറയാം. 369 മാനിഫെസ്റ്റേഷൻ ഒരു ദിവസം 3 സമയങ്ങളിലായിട്ടാണ് എഴുതേണ്ടത്. ഏതെങ്കിലും ഒരു ആഗ്രഹത്തെക്കുറിച്ച് മാത്രം എഴുതുക. അത് വിജയിച്ച ശേഷം മാത്രമേ അടുത്ത ആഗ്രഹത്തെക്കുറിച്ച് എഴുതാവൂ. ഒരു ദിവസം 3 സമയങ്ങളിലായിട്ടാണ് ചെയ്യേണ്ടത്. അത് 3 മണിക്കും 6 മണിക്കും 9 മണിക്കും. നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ ഒരു പേപ്പറിൽ എഴുതുന്നു. ഇതിൽ 3 മണിക്ക് എഴുതുന്നത് കഴിയുമെങ്കിൽ രാവിലെ 3 മണിക്ക് എഴുതുക. ആ സമയത്ത് ഉണരാൻ പ്രയാസമാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് എഴുതുക. രാവിലെ എഴുതിയാൽ വളരെ നല്ലത്. വൈകുന്നേരം 6 മണിക്ക് എഴുതുക. രാത്രി 9 മണിക്ക് എഴുതുക. 3 മണിക്ക് എഴുതുമ്പോൾ 3 പ്രാവശ്യം എഴുതുക. വൈകുന്നേരം 6 മണിക്ക് എഴുതുമ്പോൾ 6 പ്രാവശ്യമാണ് എഴുതേണ്ടത്. രാത്രി 9 മണിക്ക് എഴുതുമ്പോൾ 9 പ്രാവശ്യം എഴുതുക. ഒരു പേപ്പറിൽ തന്നെ ഈ 3 പ്രാവശ്യവും എഴുതേണ്ടതാണ്. ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ എഴുതാവുന്നതാണ്. വലിയ പേപ്പർ വേണമെന്നില്ല, ഒരു ചെറിയ പേപ്പർ മതിയാകും. 3, 6, 9 ആകെ 18 ലൈൻ എഴുതാവുന്ന ഒരു പേപ്പർ. അത് നിങ്ങളുടെ പോക്കറ്റിലോ ബാഗിലോ സൂക്ഷിക്കാവുന്നതാണ്. എഴുതാൻ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതിനാൽ ഫോണിൽ റിമൈൻഡർ ഉപയോഗിക്കാം. 3 മണിക്ക് എഴുതുമ്പോൾ 2:59 റിമൈൻഡർ സെറ്റ് ചെയ്ത് വയ്ക്കുക. 3 മണിയാകുമ്പോൾ കൃത്യമായി എഴുതി തുടങ്ങുക. ഇതേ രീതിയിൽ 3 സമയവും 1 മിനിറ്റ് മുമ്പായി റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്ത് ആഗ്രഹത്തെക്കുറിച്ചാണോ എഴുതുന്നത് അത് വളരെ കുറച്ച് വാക്കുകൾ ചേർത്ത് എഴുതാൻ ശ്രദ്ധിക്കുക. ധനം നേടുന്നതിനായിട്ടാണെങ്കിൽ എഴുതേണ്ടത് പേപ്പറിൻ്റെ ഏറ്റവും മുകളിലായി താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക. അതിനുശേഷം മണി ഈസ് ഫ്ലോയിങ് ടു മീ എഫോർട്ട്ലെസ്ലി, പണം എന്നിലേക്ക് അനായാസമായി ഒഴുകിയെത്തുന്നു. ഇനി കൃത്യമായ ഒരു തുകയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഉദാഹരണമായി 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഐ റിസീവ് 2 lakh rupees എന്നെഴുതുക. ഇതേ രീതിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രസൻറ്റ് ടെൻസിൽ, അതായത് വർത്തമാനകാലത്തിൽ പറയുന്ന രീതിയിലാണ് എഴുതേണ്ടത്. എഴുതുമ്പോൾ വലിച്ചു നീട്ടി വലിയ സെൻറ്റൻസുകളായി എഴുതാൻ ശ്രമിക്കരുത്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാവുന്നതാണ്. ഒരു ജോലി നേടാനാണെങ്കിൽ ആ ജോലി എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിൽ എഴുതുക. നല്ല ജോലി തിരക്കിനിടയിൽ നിൽക്കുമ്പോഴും എഴുതേണ്ട സമയം പ്രത്യേകം ഓർമ്മിക്കാൻ ശ്രദ്ധിക്കുക. എഴുതേണ്ട സമയം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ചും ഓർക്കുകയാണ് ചെയ്യുന്നത്. അത് എഴുതുമ്പോൾ കുറച്ചുകൂടെ ഉപബോധ മനസ്സിന് ക്ലാരിറ്റി കൊടുക്കുന്നു. ഇത് 45 ദിവസമാണ് എഴുതേണ്ടത്. മാത്രമല്ല ഈ 45 ദിവസവും നിങ്ങളുടെ മനസ്സിൽ 369 എന്ന നമ്പറും 3 സമയവും എഴുതേണ്ട വാക്യവും ഓർമ്മയിൽ നിൽക്കുന്നു. മാത്രമല്ല ഈ എഴുതുന്ന ഇത്രയും കാലയളവിൽ എഴുതുന്ന ആ പ്രവൃത്തിയെ വളരെ സന്തോഷത്തോടെയാണ് കാണേണ്ടത്. അപ്പോൾ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ വളരെ പവർഫുള്ളായി നടക്കുന്നത്. നിങ്ങളുടെ എന്താഗ്രഹവും ഇതേ രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാവുന്നതാണ്. മാനിഫെസ്റ്റേഷനിൽ എപ്പോഴും ഇത്തരം ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ നീലമഷിയുള്ള പേന ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് 45 ദിവസം കൃത്യമായി സമയത്തിൽ മാറ്റം വരുത്താതെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഈ പറയുന്ന 45 ദിവസങ്ങളിൽ ഇടയ്ക്ക് മുടങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിക്കുക.
45 ദിവസവും കൃത്യമായി എഴുതിയ ശേഷം ഓരോ ദിവസവും എഴുതിയ പേപ്പറുകൾ അവസാനം ഒരുമിച്ച് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം മറ്റൊരു ആവശ്യങ്ങൾക്കും എടുക്കാത്ത രീതിയിലാക്കി ഏതെങ്കിലും ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. വേസ്റ്റിലോ പുറത്തോ കളയാതിരിക്കുക. കാരണം നമ്മുടെ മനസ്സിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ആ പേപ്പറിലുള്ളത്. ആയതിനാൽ നിസ്സാരമായി കാണാതിരിക്കുക. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കാവുന്നതാണ്. മീഡിയ 3 മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.